പുതിയ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അതേണ്ട ഇതൊരു കുപ്പിയും പിന്നെ ഒരു ഓസും പിന്നെ ഒരു കുഞ്ഞോസും പിന്നെ വേറെ ഒരെണ്ണം വലിയൊരു കുപ്പിയും ഒരു കുപ്പിയും വലിയൊരു കുപ്പിയും വേണം. ഇത് ഇങ്ങനത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സാധനമാണിത്. ഇത് നമുക്ക് പൂവാളി പോലെ യൂസ് ആക്കാം. പക്ഷേ ഇത് പൂവാളിയല്ല, പൂവാളിനേക്കാളും കുറച്ചും കൂടെ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിത് കൃഷിത്തോട്ടത്തിലും പൂത്തോട്ടത്തിലും വാഴത്തോട്ടത്തിലും ഒക്കെ വെള്ളം കൊഴിക്കാൻ സിമ്പിളായിട്ടാണ്. ഞാനിപ്പോൾ ഒരു പൂവാളിയും കൂടെ കാണിക്കാം. ഞാൻ ഇപ്പോൾ പോയി എടുത്തുകൊണ്ട് വരാം. ഇതൊരു പൂവാളി. ഇതിന് കുറേ വെയിറ്റ് ഒക്കെ ഉള്ളതാണ്, ബട്ട് ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല. ഇതുണ്ടോ ഗൈസ്, ഇത് തമ്മിൽ വ്യത്യാസമുള്ളത് ഈ റോസിൻ്റെ മാത്രമേ ഉള്ളൂ. ബട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളവും ഇതിനകത്ത് കൂടുതൽ വെള്ളവും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ ഒരു ബീപ്പ് എടുത്ത് വെച്ചേക്കല്ലേ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ഇൻഫർമേഷനായിട്ട് പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇത് ആദ്യമേ ഒരെണ്ണം എടുക്കുക. പിന്നെ അതിൻ്റെ അകത്ത് ഓസ്, ഒരു കുഞ്ഞ് ഓസും, പിന്നീട് നമുക്ക് ഈ സാധനവും പിന്നെ ഇങ്ങനെ ഇതുള്ളത്. ഈ ഇൻഗ്രീഡിയൻസ് ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിനെടുത്തതിന് ശേഷം ഇതുണ്ടോ, ഈ ഒരു കുഞ്ഞ് ഓസ് എടുത്ത് ഇതിലോട്ട് കണക്ട് ചെയ്യുക, കിഴിച്ച്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പശ ഒട്ടിക്കുക, പോവാതിരിക്കുക. പിന്നെ നമ്മൾ ആ ഓസിൻ്റെ വേറൊരു അറ്റം പിടിച്ചതിന് ശേഷം അപ്പുറത്തെ ആ കുഞ്ഞു കുപ്പിയിലോട്ട് തുളച്ചിടുക. പിന്നെ നമുക്ക് ഒരു കുഞ്ഞ് ഓസ് വേണം. ഈ കുഞ്ഞ് ഓസ് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്താകുമ്പോൾ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ആയിട്ട് ഒറ്റയടിക്ക് നിർമ്മാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നുമല്ല, ഈ ഭാഗം മാത്രമേ നമുക്ക് ഊരാൻ പറ്റുന്നതുള്ളൂ. ബട്ട് ഇതിൻ്റെ അകത്ത് പല ഭാഗവും ഊരാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ ചാണകമൊക്കെ യൂസാക്കാം. അതേപോലെ ഇതിൻ്റെ അകത്ത് മരുന്നും യൂസാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു സംശയം കൂടെയാണ്, നമുക്ക് പറയാം. നമുക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ ഞാനാണെങ്കിൽ ഇതിലോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അല്ല ഇപ്പം തന്നെ ആകാമല്ലേ. ഇത് ചേർത്തില്ല ഗായ്സ്. ആ ഒരു ട്വിസ്റ്റ് ഇതിൻ്റെ തമ്മിൽ ഇടയ്ക്കുണ്ട് ഗായ്സ്. പിന്നെ ഇതിൻ്റെ അകംഭാഗം ഇങ്ങനെ ഇരിക്കുന്നത് ഒറ്റൊരു സാധനമേ ഉള്ളൂ. ബട്ട് ഇതിന് രണ്ട്. അപ്പം നമുക്ക് ഇനി ഒന്ന് പൂവാളി എടുക്കുന്നില്ല, നമുക്ക് ഇതിൽ തന്നെ സംസാരിക്കാം. പിന്നെ ഇതിനകത്ത് വെള്ളം നിറയ്ക്കേണ്ട ഏത് കുപ്പിയിലാണെന്ന് വെച്ചാൽ ഈ കുപ്പി വെള്ളം നിറക്കണം. അല്ല, ഈ കുപ്പി വെള്ളം നിറച്ചതിന് ശേഷം ഈ കുപ്പി താത്തിയിട്ടുണ്ടെങ്കിൽ ഈ കുപ്പിയിലോട്ട് വെള്ളം കയറും. ഇപ്പം വെള്ളം കൂടിപ്പോയെങ്കിൽ നമ്മൾ ഈ കുപ്പിയിലോട്ട് ഇങ്ങനെ ഈ കുപ്പി താത്തിയും ഈ കുപ്പി പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ബാക്കി വെള്ളം വരും. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ കമത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളം വരും. ഞാൻ അതിന് വെള്ളമൊക്കെ എടുത്ത് കാണിക്കാം ഗായ്സ്. പിന്നെ നമുക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നമുക്കിനി വെള്ളം ഒഴിച്ച് കാണിക്കാം, അത് നടക്കും. അത്രേ ഉള്ളൂ ഇത്. അപ്പോൾ ഗായ്സ്, ഇന്നൊരു മിഷ്യൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നൊന്നും അറിയത്തില്ല. അത് കാരണം നമുക്ക് ഇത് വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്ക് പറയാം. നമ്മളിപ്പോൾ ആദ്യം വെള്ളം എടുക്കാൻ പോവാണ്. ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം നിങ്ങളെ ഞാൻ എങ്ങനെയാണ് കാണിക്കാം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്. ഇതാണ് ഈ സാധനം ഇങ്ങനെ പൊക്കുമ്പോഴത്തേന് ഇതിൻ്റെ അകത്തോടെ വെള്ളം കയറും. ഇത് കാണാത്തവരാണ്, ഞാൻ കാണിക്കാം. വെള്ളം തീരട്ടെ നിങ്ങൾ നോക്കിക്കോണം. ഞാൻ ഈ കുപ്പി ഞാൻ പൊക്കാത്ത പോവാണ്. കണ്ടോ ഗൈസ്, അതിൻ്റെ അകത്ത് വെള്ളം പോകുന്നുണ്ടോ. ഇനിയിപ്പം നമ്മളിത് എങ്ങനെ യൂസ് ആക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിങ്ങനെ കാത്തു പിടിക്കുക, പൊക്കുമ്പോഴത്തേന് ഇതിനകത്തോട് വെള്ളം വരും. കാത്തുമ്പോഴത്തേനും വെള്ളം വെച്ചു. ഇനിയിപ്പോൾ കുറേ വെള്ളം വേണ്ട വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കുപ്പി താത്തി പിടിച്ചുകൊണ്ട് തന്നെ വെള്ളം ഇതിനകത്ത് നടക്കണം. അന്നേരം ഈ ഓസ് വരി പൊങ്ങുമ്പോഴത്തേന് ഇതിൻ്റെ യൂസ് കഴിഞ്ഞു. ഈ ഓസയെ നമ്മൾ പൊത്തിപ്പിടിക്കണം. അന്നേരം ഫുള്ള് വാട്ടർ ഇതിലേക്കൂടെ നിറയും. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് നിറയ്ക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചിലപ്പോഴേ വരത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് വെള്ളം തീർന്നു. ഇതിൻ്റെ അകത്ത് ഒരു കപ്പാസിറ്റി വരെ വെള്ളം നിൽക്കത്തുള്ളൂ. ഇപ്പം ഇത്
ഇതിൻ്റെ അകത്തോടൊക്കെയാണ് അതുകൊണ്ടോ ചെറിയൊരു പുക. അവിടെയും ഇതാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ നോക്കിയപ്പോൾ ഇപ്പോഴേ പറയുവാണ്, നമ്മൾ ഒരു ന്യൂസിലാൻഡിലോട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അവിടുത്തെ ആ പ്ലെയിനിൽ കയറുന്നതിനായിട്ടുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ചെക്കിങ് ഏരിയകളൊക്കെ കാണത്തില്ലായിരിക്കും, നമുക്ക് പറയത്തില്ല, ഞാൻ പറയാം.